പറയാട്ടോ. അപ്പം നമ്മൾ ഇന്ന് ജാനുവരി 21 ആണ് നമ്മളിന്ന് പറയുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഈ PDF നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ പേര് ആര്യ. ഞാനായിരിക്കും 1-2 ദിവസം എടുക്കുന്നത് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ഡേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് എല്ലാം നമ്മളങ്ങനെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിനകത്ത് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ എന്താണ് ആ ന്യൂസ്, എന്താണ് കാര്യം എന്ന് മാത്രമായിരിക്കും പറയുന്നത്. ബാക്കി നിങ്ങൾ ആ PDF എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പം നമ്മളിന്ന് ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജാനുവരി 21 എന്ന് പറയുന്നത് മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഈ 3 സ്റ്റേറ്റ്സിൻ്റെയും സ്റ്റേറ്റ്ഹുഡ് ഡേ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്ഹുഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റേറ്റ് ആവുക എന്നുള്ള ഒരർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ്ഹുഡ് എന്ന് പറയുന്നത്. അങ്ങനെ മണിപ്പൂരും മേഘാലയയും ത്രിപുരയും ഇത് 3ഉം ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. സ്റ്റേറ്റ്ഹുഡ് ഡേ ആണ് നമ്മൾ ജാനുവരി 21 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഫൗണ്ടേഷൻ ഡേ എന്ന് പറയാം. അപ്പോൾ ഇത് ഏത് വർഷമാണിത് സ്റ്റേറ്റ്ഹുഡ് ആയത്, അല്ലെങ്കിൽ നമ്മൾ ഏത് വർഷമാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1972 ഈ 3 സ്റ്റേറ്റ്സും അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ നടന്നത്. ഈ 3 സ്റ്റേറ്റ്സിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടായത് 1972. ഇനി ഏത് അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റേറ്റ്സ് എന്ത് ചെയ്തത്, ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏത് ആക്ട് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് റീ ഓർഗനൈസേഷൻ ആക്ട് 1971. അതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ അമെൻമെൻറ്റിൻ്റെയും ഈ ആക്ടിൻ്റെയും ഒരു റിസൾട്ടായിട്ടാണ്, അതിൻ്റെ ഒരു അണ്ടറിലാണ് ഈ 3 സ്റ്റേറ്റ്സും എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അങ്ങനെ പറയാം, സ്റ്റേറ്റ്സ് ഫോം ചെയ്തതെന്ന് നമുക്ക് പറയാം. അപ്പോൾ സ്റ്റേറ്റ്സ് ഫോം ചെയ്യുന്നതിന് മുൻപ് വരെ ഈ പറയുന്ന സ്റ്റേറ്റ്സ് ഒക്കെ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മണിപ്പൂരും ത്രിപുരയും നോക്കുകയാണെങ്കിൽ ഇത് 2 യൂണിയൻ ടെറിട്ടറീസ് ആയിരുന്നു. പിന്നീടാണ് ഇന്ത്യയുമായിട്ട് അവർ മെർജ് ചെയ്തത്. പിന്നെ മേഘാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘാലയ ആസാമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഓട്ടോണോമസ് ആയിട്ട് സ്വയം ഭരണം ഉണ്ടായിരുന്ന ഒരു ഏരിയമായിരുന്നു ഇത്, ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ആവുന്നതിന് മുൻപ്. അതിന് ശേഷമാണ് ഇങ്ങനെ ഈ പറഞ്ഞ 1972 ഇവർ ഒരു സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ജാനുവരി 21 എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രിപുര, മണിപ്പൂർ, മേഘാലയയുടെ ഫൗണ്ടേഷൻ ഡേ ആണ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഇതിന് ഡീപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏത് അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇതായും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 27th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഫലമായിട്ടാണെന്ന്. അതുപോലെ ഏത് ആക്ട് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് റീ ഓർഗനൈസേഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ആവുന്നത്. ഇനി നമുക്കിതിനകത്ത് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂരിനെ പറ്റി പറയുകയാണെങ്കിൽ മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ ഇംഫാലാണ്. അതിൻ്റെ സ്റ്റേറ്റ് ബേർഡ് എന്ന് പറയുന്നത് നോൻഗി എന്ന് പറയുന്ന ബേർഡാണ്. സ്റ്റേറ്റ് ആനിമൽ സാങ്കി. സ്റ്റേറ്റ് ഗെയിം എന്ന് പറയുന്നത് മണിപ്പൂരി പോളോ. സ്റ്റേറ്റ് ഫ്ലവർ ഷുരൈ ലില്ലി എന്ന് പറയുന്നതാണ്. പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ കറണ്ട് CM എന്ന് പറഞ്ഞ അവിടുത്തെ കറണ്ട് ചീഫ് മിനിസ്റ്റർ ആരാ, നോങ്തോബോം ബൈരൻ സിംഗും ഗവർണർ ശ്രീ അജയ് കുമാർ പാലയുമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ പ്രൊണൗൺസിയേഷനിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും, എനിക്കത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് അറിയില്ല. പിന്നെ മേഘാലയയെ പറ്റി പറയുകയാണെങ്കിൽ മേഘാലയയുടെ സ്റ്റേറ്റ് ബേർഡ് എന്ന് പറഞ്ഞാൽ ക്ലൗഡഡ് ലെപ്പേർഡാണ്. സ്റ്റേറ്റ് ബേർഡ് ഓഫ് മേഘാലയ എന്ന് പറയുന്നത് കോമൺ ഹിൽ മൈനയാണ്. സ്റ്റേറ്റ് ട്രീ എന്ന് പറയുന്നത് മെലീന അർബോറിയ എന്ന് പറയുന്നതാണ്. പിന്നെന്താ ഇവിടുത്തെ മേഘാലയയുടെ സ്റ്റേറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ലേഡി സ്ലിപ്പർ ഓർക്കിഡാണ്. ഇനി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആരാ, കൊൺറാഡ് സാങ്മേം. പിന്നെ ഗവർണർ CH വിജയശങ്കർ ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ സ്റ്റേറ്റ്സിനെ പറ്റി പഠിച്ചു വെക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഓരോ സ്റ്റേറ്റ് ബേർഡൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, SSCക്ക് ചോദിക്കാം, അടുത്ത സ്റ്റാറ്റിക് GK ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ജാനുവരി 21 എന്ന് പറയുന്നത് മേഘാലയ, ത്രിപുര, മണിപ്പൂരിൻ്റെ ഫൗണ്ടേഷൻ ഡേ ആണ്. അതാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു ഫ്രീഡം ഫൈറ്ററിൻ്റെ കാര്യമാണ്. അത് ഒരു ഇതിനകത്ത് ഇവർ ഈ പഠിപ്പിക്കുന്ന ഇതിനകത്തുള്ള ഒരു ഹാഷ്ടാഗ് പോലെ അവർ പഠിപ്പിക്കുന്നതാണ്. ഓരോ വട്ടം ഓരോരുത്തരെ പറ്റി പറയും. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഈ പർബതി ഗിരി എന്ന് പറഞ്ഞത്. ആളൊരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പം
ആളാണെങ്കിൽ നമ്മൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ തെരേസ ഓഫ് വെസ്റ്റേൺ ഒഡീഷ. വെസ്റ്റേൺ ഒഡീഷയിലെ മദർ തെരേസ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം ആളാണെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ട്രൈബൽസിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളെ അറിയപ്പെടുന്നത് മദർ തെരേസ ഓഫ് വെസ്റ്റേൺ ഒഡീഷ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആളെപ്പറ്റി പറയുകയാണെങ്കിൽ ആൾ ജനിക്കുന്നത് ഒഡീഷയിൽ തന്നെയാണ്. ഒഡീഷയിലെ ബാർഗർ ഡിസ്ട്രിക്റ്റിലാണ് ജനിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ആളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ആക്ടിവിസ്റ്റുകളുടെയൊക്കെ അവരുടെ ഓരോ ആക്ടിവിറ്റിയിലൊക്കെ ഇൻസ്പയർ ആയിട്ട് കോൺഗ്രസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. വളരെ യങ് ഏജിൽ തന്നെ ആൾ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ആൾ ഈ ഒരു ഫ്രീഡം മൂവ്മെൻറ്റിൽ കൊടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ മെയിനായിട്ടും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഡിവിജ്വൽ സത്യാഗ്രഹങ്ങളായിരുന്നു കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്റ്റീവായിട്ട് അതിനകത്തെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഖാദി ചർക്ക മൂവ്മെൻറ്റുകളിലൊക്കെ ആളുകളെ എല്ലാം മൊബിലൈസ് ചെയ്തു. അവരെല്ലാം ഒന്നിച്ച് വിളിച്ച് ആളുകളെ എല്ലാവരും കൂടി ചേർത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ ഓരോരോ പ്രൊട്ടസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്വിറ്റ് ഇന്ത്യൻ മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 16 വയസ്സുള്ളപ്പോഴാണ് ആൾ ഈ ക്വിറ്റ് ഇന്ത്യൻ മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്തതും അതുപോലെ ബ്രിട്ടീഷ് അതോറിറ്റിക്കെതിരെ വളരെ ഓപ്പൺ ആയിട്ട് ഡിഫെൻഡ് ചെയ്ത ഒരാളും കൂടിയാണ് ഈ പറയുന്ന പർവതി ഗിരി എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും ആളുടെ ആ ഒരു എന്താ പറയുക, ആളുടെ ധൈര്യം അല്ലെങ്കിൽ ആ ഒരു എല്ലാ കാര്യങ്ങളിലോടുള്ളൊരു പെർസീവ്നെസ് ഒക്കെ നമുക്ക് ഒരു റെസിസ്റ്റൻസും ഒക്കെ ആണ് നമ്മൾ ആൾ ഇത്ര വെൽ നോൺ ആവാനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക മദർ തെരേസ എന്നൊക്കെ പേര് കൊടുക്കാനും ഒക്കെ കാരണം. അപ്പം നമ്മൾ ഈ ഒരു ന്യൂസ് ഇപ്പോൾ പറയാനുള്ള കാരണം ഇപ്പം എന്താണ് ആൾ ഈ പറഞ്ഞ പോലെ ആളുടെ ഒരു ഫ്രീഡം സ്ട്രഗിളും ആളുടെ ആ ഒരു ഡെഡിക്കേഷൻ ഒക്കെ നമ്മളിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ആൾ മരിച്ച ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു ദിവസം നമ്മളത് ഓർക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ന്യൂസ് പറയുന്നത്. ഇത് ജസ്റ്റ് ആരാണെന്ന് മാത്രം ഓർത്ത് വെക്കുക. പർവതി ഗിരി എന്ന് പറയുന്നത് ആളുടെ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറഞ്ഞാൽ എന്താ, മദർ തെരേസ ഓഫ് വെസ്റ്റേൺ ഒഡീഷ എന്നാണ് അറിയപ്പെട്ടത്. അതുപോലെ ആളൊരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. പിന്നെ കോൺഗ്രസിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത് നമ്മൾ പറയുന്നത് ഒരു പേഴ്സണാലിറ്റീനെ പറ്റിയിട്ടാണ്. വാലന്റൈനോ ഗരവാനി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആണ്. ആള് ജെറ്റ് സെറ്റ് ഇറ്റാലിയൻ ഡിസൈനർ എന്ന് നമ്മൾ പറയാനുള്ള കാര്യം, ജെറ്റ് സെറ്റ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്, വെൽത്തി ആയിട്ടുള്ള ആളുകളുടെ ഒരു സോഷ്യൽ ഗ്രൂപ്പ്. പക്ഷെ അവരെന്താണ് ഭയങ്കര നല്ല സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടെയാണ്. അപ്പം അങ്ങനെയുള്ളവരാണ് നമ്മൾ ജെറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ പേരാണ്. അപ്പം അതിനകത്തൊരു മെമ്പറാണ് ഈ പുള്ളി. അപ്പോൾ ഇയാൾ എന്താണ് ഒരു ഫാഷൻ ഡിസൈനറാണ്. അതുപോലെ കൂടുതലായിട്ടും പുള്ളി അറിയപ്പെടുന്നത് വാലന്റൈനോ റെഡ് എന്ന് പറയുന്ന പേരിലാണ്. അങ്ങനെ ഒരു സംഭവത്തിലാണ് പുള്ളി അറിയപ്പെടുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു ഡ്രസ്സ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ആ ഡ്രസ്സിൻ്റെ ഒരു കളറാണ് വാലന്റൈനോ റെഡ് എന്ന് പറയുന്നത്. അപ്പം അന്ന് മുതൽ ആളെ അറിയപ്പെടുന്നത് ഈ ഒരു ട്രേഡ് മാർക്കാണ്. ആളുടെ ഒരു കരിയർ തന്നെ അത്രയും ഫേമസ് ആയത്, അല്ലെങ്കിൽ ആളുടെ നമ്മൾ പറയത്തില്ല ഒരു എപ്പോഴും എല്ലാവർക്കും ഒരു സിഗ്നേച്ചർ സാധനം കാണും, അങ്ങനത്തെ ഒരു ഡ്രസ്സായിരുന്നു അത്. പക്ഷെ ആളിപ്പം മരിച്ചുപോയി. അപ്പം വാലന്റൈനോ ഗരാനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ്. ആളുടെ ഏറ്റവും വലിയ ട്രേഡ് മാർക്കായിരുന്നു വാലന്റൈനോ റെഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ 3 ന്യൂസ് നോക്കി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജാനുവരി 21 എന്ന് പറഞ്ഞാൽ എന്ത് ദിവസമായിരുന്നു? ജാനുവരി 21 എന്ന് പറയുന്നത് ത്രിപുര, മേഘാലയ, മണിപ്പൂരിൻ്റെ ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു സോഷ്യൽ റിഫോമിനെ പറ്റി, നമ്മളൊരു സോഷ്യൽ ഫ്രീഡം ഫൈറ്ററിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് വാലന്റൈനോ ഗരവാനിനെ പറ്റിയിട്ടാണ്. വാലന്റൈനോ ഗരവാനി ഒരു ഫാഷൻ ഡിസൈനറായിരുന്നു, ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ CP രാധാകൃഷ്ണൻ ആണെങ്കിൽ എന്ത് ചെയ്തു, പളനി വേലു ഗട്സ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയുടെ ഒരു ഹിന്ദി എഡിഷൻ ഇറക്കി, അത് റിലീസ് ചെയ്തു. അപ്പോൾ ഈ പളനിവേലു ഗട്സ് എന്ന് പറയുന്നത് ഡോക്ടർ C പളനിവേലു, അയാൾ വളരെ എമിനൻ്റ് ആയിട്ടുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സർജനാണ്. അപ്പോൾ ആളുടെ ഓട്ടോബയോഗ്രഫിയാണ്, ഒരു ആത്മകഥയായിരുന്നു ഈ പറയുന്ന പളനിവേലു ഗട്സ് എന്ന് പറയുന്ന ആ ഒരു ബുക്ക്. ആ ബുക്കിൻ്റെ ഹിന്ദി എഡിഷനാണ് ആര് റിലീസ് ചെയ്തത്? CP രാധാകൃഷ്ണൻ റിലീസ് ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ബുക്കിനകത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഈ പറഞ്ഞ മെഡിസിനൽ ഫീൽഡിൽ ഉള്ള പല കാര്യങ്ങളെ പറ്റിയാണ്. അതുകൊണ്ട് ധൈര്യം, പെർസിവറൻസ്, അതുപോലെ തന്നെ എത്തിക്കൽ ഇന്നോവേഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ബുക്കിനകത്ത് പറയുന്നത്. അപ്പം ഈ പളനിവേലു ഗട്സ് എന്ന് പറഞ്ഞ ഡോക്ടർ സി പളനിവേലുവിൻ്റെ തന്നെയാണ്, ആളുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഇപ്പോൾ അതിൻ്റെ എന്താണ് നമ്മൾ റിലീസ് ചെയ്തത്, അതിൻ്റെ ഹിന്ദി എഡീഷനാണ് റിലീസ് ചെയ്തത്. ആരാ റിലീസ് ചെയ്തത്? നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ CP രാധാകൃഷ്ണനാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ന്യൂസ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് ലോഞ്ച് ചെയ്തു. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ എന്താണ് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതൊരു എന്താ നമ്മൾ ഈ പറഞ്ഞ പോലെ കൺട്രീസിനെയൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഈ കൺട്രീസിനെ അസസ് ചെയ്യുന്നത്? അവിടെ എത്തിക്കൽ ഗവർണൻസ് ആണ്. അതായത് നമ്മൾ പറയത്തില്ല, ഒരു കള്ളത്തിന് ഒരു പ്രോഫിറ്റിന് വേണ്ടി ഒന്നും അല്ലാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. അതുപോലെ എത്തിക്കൽ ഗവർണൻസ് ആണോ ഒരു കൺട്രിയിൽ നടക്കുന്നത്? അതുപോലെ അവിടെ സോഷ്യൽ വെൽബീങ് നടക്കുന്നുണ്ടോ? എൻവയോൺമെൻറ്റ് സ്റ്റുവേർഡ്ഷിപ്പ്, അതായത് എൻവയോൺമെൻ്റ് ഒക്കെ നല്ല രീതിയിൽ കൺസേർവ് ചെയ്യുന്നുണ്ടോ? ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള രീതിക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഉണ്ടോ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കൺട്രീസിനെയും അസസ് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് ഓരോ റാങ്കുകൾ കൊടുക്കുകയാണ്. ഇൻഡെക്സുകളിൽ ഏറ്റവും വലിയ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കൺട്രീസിൻ്റെ റാങ്ക് പഠിക്കണം. ചിലപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റാങ്കിൽ വരുന്ന എന്തായിരിക്കും, ഫസ്റ്റ് ടു 5 വരെയുള്ളത് നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റും. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ റാങ്കും നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ പറയുന്ന എന്താ റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് എന്ന് ചോദിക്കില്ല, പക്ഷേ റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതെന്താണ്, ഓരോ കൺട്രീസിനെയും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടുത്തെ ഗവർണൻസ് വെച്ചിട്ട് സോഷ്യൽ വെൽബീയിങ് വെച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ അസസ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്ന റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്നത് ആരാണ് നമ്മൾ പഠിക്കുന്നത്. ആരാണ് ലോഞ്ച് ചെയ്യുന്നത്? വേൾഡ് ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അവരുടെ അണ്ടറിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നേഷൻ്റെയും ആ ഒരു സക്സസ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓരോ നേഷനെ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഇൻഡെക്സിലൂടെ അതിൻ്റെ ഒരു എയിം, ആ ഇൻഡെക്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ റാങ്കിങ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്ത് RNI 2026 റാങ്കിങ് പ്രകാരം ഫസ്റ്റ് റാങ്കിൽ വരുന്ന കൺട്രി ഏതാണ്? സിംഗപ്പൂരാണ് നമ്മുടെ ഫസ്റ്റ് റാങ്കിൽ വരുന്നത്. സെക്കൻഡ് റാങ്കിൽ വരുന്നതാണ് സ്വിറ്റ്സർലാൻഡ്, മൂന്നാമത്തത് ഡെൻമാർക്ക്, നാലാമത്തത് സൈപ്രസ്, പിന്നെ സ്വീഡൻ. ഇനി ഇന്ത്യയുടെ റാങ്ക് നോക്കുകയാണെങ്കിൽ 16ാമത്തെ റാങ്കാണ് ഇന്ത്യ വരുന്നത്. സ്കോർ നോക്കുകയാണെങ്കിൽ 0.5515 ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് ഏഷ്യൻ നേഷൻസ് വെച്ച് നോക്കുമ്പോൾ അതിൽ തന്നെ ഏറ്റവും ടോപ്പ് റാങ്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബലി 16th റാങ്കാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ തന്നെ അതിൻ്റെ ഒരു ടോപ്പ് 10 കൺട്രീസിനകത്ത് ഒരു 9ൽ നമ്മുടെ ഇന്ത്യ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ റാങ്കിങ് പഠിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് എന്താ 1 മുതൽ 5 വരെയുള്ള റാങ്കിങ് പഠിക്കുക, പിന്നെ ഇന്ത്യയുടെ റാങ്ക് നോക്കി വെക്കുക. അപ്പം RNI അല്ലെങ്കിൽ റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഡെക്സിൽ എന്താണ്, ഇന്ത്യയുടെ റാങ്ക് 16ാമത്തെ റാങ്കാണ്. ഫസ്റ്റ് റാങ്കിൽ വരുന്നത് സിംഗപ്പൂറും, സെക്കൻഡിൽ സ്വിറ്റ്സർലാൻഡും, മൂന്നാമത് ഡെൻമാർക്ക്, 4 സൈപ്രസ് ആൻഡ് 5 സ്വീഡൻ. പിന്നെ ഇന്ത്യ 16ാമത്തെ റാങ്കുമാണ് വരുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ടൈപ്പ് 096 ടാങ്ക് ക്ലാസ് സബ്മറൈൻ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താണ്, നമ്മൾ ചൈനയാണെങ്കിൽ ഒരു 6000 മൈൽ റേഞ്ചുള്ള ഒരു മിസൈൽ എന്ത് ചെയ്യാണ്, അത് ടാർഗറ്റ് ചെയ്തിട്ട് അവർ കൊണ്ടുവന്നൊരു സംഭവമാണ്. അതായത് ഈ ചൈനയാണെങ്കിൽ ഭയങ്കര ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരാണ് അവരുടെ അണ്ടർ സീ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയിൽ. അത് സീക്ക് അണ്ടറിൽ, സബ്മറൈൻസ് പറയുമ്പോൾ സീയുടെ അണ്ടറിൽ വരുന്നതാണ്, അതിൻ്റെ ഉള്ളിൽ അകത്തായിട്ട് വരുന്നതാണ്. അവരെന്ത് ചെയ്യണം, ഒരു അവിടെ അതിനകത്തേക്ക് അവരെന്താണ് ഒരു ടൈപ്പ് 096 ടാങ്ക് ക്ലാസ് ബലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ കൊണ്ടുവരികയാണ്. അതൊരു മിസൈലാണ്, സബ്മറൈൻ മിസൈലാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ പിക്ചറിൽ കാണുന്ന പോലെ താഴെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, അവിടെ നമ്മളൊരു മിസൈൽ വിടുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 096 എന്ന് പറയുന്നത് നാറ്റോ ആണ് ആ ഒരു നെയിം അതിന് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സബ്മറൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ ന്യൂക്ലിയർ പവർഡ് ബലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ആണ്. അത് വളരെ ബിഗ്ഗറാണ്, അതുപോലെ തന്നെ ഭയങ്കര ആംഡ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് കൂടുതൽ നമുക്ക് എന്താ നേരത്തെ ഉള്ള മിസൈലുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മിസൈലാണ് ഈ പറയുന്ന 096 ടാങ്ക് ക്ലാസ് സബ്മറൈൻ. അപ്പോൾ ഇത് ഏത് കൺട്രിയാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ് കൊണ്ടുവന്നത്. ഇത് എങ്ങനത്തേതാണ്, ഇതൊരു സബ്മറൈൻ മിസൈലാണ്, ബലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ആണ് എന്നുള്ളത് പഠിച്ചു വെക്കാം.
പിന്നെ ഇത് എന്താ ചെയ്യുക ഇത് ഇറ്റ് വിൽ ഡിസ്പ്ലേസ് അറൌണ്ട് 20,000 ടൺസ് വെൻ സബ്മർജ് ഏകദേശം 20,000 ടണ്ണുകൾ അത് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ്. അത് US-ന്റെ ആ ഒരു റേഞ്ചിൽ, അതിൻ്റെ സെയിം റേഞ്ചിൽ നമുക്കിത് പറ്റും, ഇതിന് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് അവർ പറയുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റായിട്ട് നിതിൻ നാബിൻ വരികയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആണെങ്കിൽ എന്താണ്, അവരുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റായിട്ട് നിതിൻ നാബിൻ എലക്ട് ആയിരിക്കുകയാണ്. ഒരു ന്യൂ നാഷണൽ പ്രസിഡന്റ് ഓഫ് ദ പാർട്ടിയുടെ ഒരു പുതിയ നാഷണൽ പ്രസിഡന്റ് ആയിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഈ നാഷണൽ പ്രസിഡൻസ് വെച്ച് നോക്കുമ്പോൾ, അവരുടെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുക, അതിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് ഈ മിസ്റ്റർ നാബിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് BJP ലീഡർ ഫ്രം ബീഹാറിൽ നിന്നുള്ള ഫസ്റ്റ് BJP ലീഡർ കൂടിയാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്ത് ഫസ്റ്റ് BJP ലീഡർ കൂടിയാണ് ആളെന്ന് പറയുന്നത്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റായിട്ട് ഇപ്പോൾ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ആരാണ് അപ്പോയിന്റ് ചെയ്യാല്ല, ഇവിടെ എലക്റ്റഡ് ആവുകയാണ്. അങ്ങനെ എലക്റ്റഡ് ആയിട്ട് വന്നത് ആരാണ്, നിതിൻ നാബിനാണ് എലക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് മുംബൈ ആണെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റി ലെഡ് ഇനിഷ്യേറ്റീവ് ഹോസ്റ്റ് ചെയ്യാണ്. എന്താണ് അത് ഷോക്കേസ് ചെയ്യുന്നത്, അത് ക്ലൈമറ്റ് ആക്ഷൻ ആസ് എ ഫണ്ടമെന്റൽ ചൈൽഡ് റൈറ്റ്. ഈ ഒരു ക്ലൈമറ്റ് ആക്ഷൻ, നമ്മൾ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അതെന്തായിട്ട് എടുക്കണം, ഒരു ഫണ്ടമെന്റൽ ചൈൽഡ് റൈറ്റ് ആയിട്ട് കൊണ്ടുവരണം. ആ ഒരു സംഭവമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ മുംബൈ ആണെങ്കിൽ എന്താ ഹോസ്റ്റ് ചെയ്യുന്നത്, മുംബൈ ക്ലൈമറ്റ് വീക്ക് 2026 ഹോസ്റ്റ് ചെയ്യാണ്. ആ ഒരു സംഭവം, ആ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാണ്. അത് February 17 മുതൽ 19 വരെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്താണ്, അവരെന്താ ഇനിഷ്യേറ്റീവിലൂടെ ഉദ്ദേശിക്കുന്നത്, അവർ പല ക്ലൈമറ്റിക് ചേഞ്ചുകൾ, അതായത് നമ്മൾ കുട്ടികളെ, അവരുടെ ഹെൽത്തിനെ, എഡ്യൂക്കേഷനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന പല പല ക്ലൈമറ്റിക് ചേഞ്ചുകളെ പറ്റിയിട്ട് റെക്കഗ്നൈസ് ചെയ്യും, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണ് ഈ പറഞ്ഞ മുംബൈ ക്ലൈമറ്റ് വീക്ക്. അപ്പോൾ മുംബൈ ക്ലൈമറ്റ് വീക്ക് 2026 എന്ന് മുതൽ എന്ന് വരെയാണ് ചോദിക്കാം. അപ്പോൾ February 17 മുതൽ 19 വരെയാണ്. പിന്നെ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്, മുംബൈ ആണത് ഹോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പഞ്ചാബ് പോലീസ് ലോഞ്ച് ചെയ്യുന്ന ഒരു സംഭവം, പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഓപ്പറേഷൻ പർഹർ എന്ന് പറയുന്നത്. ഇതെന്തിനാ വെച്ചാണെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു മേക്ക് സ്റ്റേറ്റ് ഗാങ്സ്റ്റേഴ്സ് ഫ്രീ. ഗാങ്സ്റ്റേഴ്സ് എല്ലാവരും ഇല്ലാത്തൊരു സ്റ്റേറ്റ് അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചാബ് പോലീസ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗാങ്സ്റ്റർ നെറ്റ്വർക്ക്, പഞ്ചാബിലുള്ള ഗാങ്സ്റ്റർ നെറ്റ്വർക്ക് എല്ലാം എന്താണ് കളഞ്ഞിട്ട് ഒരു ഗാങ്സ്റ്റർ ഫ്രീ സോൺ ആക്കി മാറ്റാൻ, അങ്ങനെ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റാനാണ് ഈ പഞ്ചാബ് പോലീസ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുന്നത്, ഓപ്പറേഷൻ പർഹർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏകദേശം 2000 ടീംസ് ഉണ്ട്. അതിനകത്ത് മൊത്തം 12,000 പോലീസ് ഓഫീഷ്യൽസും ഉണ്ടാവും. അവർ ഈ പഞ്ചാബ് മുഴുവൻ റെയ്ഡുകൾ നടത്തുകയും അങ്ങനെ അവരെന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ഗാങ്സ്റ്റർ നെറ്റ്വർക്ക് പൂർണ്ണമായിട്ട് കളയാനാണ് അവർ നോക്കുന്നത്. പഞ്ചാബ് ഒരു സേഫ് പ്ലേസ് ആക്കി മാറ്റുക, അങ്ങനെ ഗാങ്സ്റ്റർ ആക്ടിവിറ്റീസുകളെല്ലാം എന്ത് ചെയ്യുന്നത് മാറ്റി ഒരു സേഫ് പ്ലേസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമ്മൾ പറയുന്നത് യുണൈറ്റ് അറബ് എമിറേറ്റ്സിനെ പറ്റിയാണ്. ഇന്നത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ എന്ന് പറയുന്ന ആൾ എന്താണ്, ആൾ അവിടുത്തെ പ്രസിഡന്റ് ആണ്. ആൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്ത്യയെ വിസിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒഫീഷ്യൽ ടോക്സ് ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ഇനി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ പറ്റിയിട്ടും പിന്നെ ഇനി 2-3 സയൻസ് പരമായിട്ടുള്ള കുറച്ച് എന്താണ് കറണ്ട് അഫയേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ ഈ PDF-ൽ. അത് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാം ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് January 21 എന്തായിരുന്നു, മേഘാലയ, ത്രിപുര, മണിപ്പൂർ ഇതിൻ്റെ എല്ലാം ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു നമ്മൾ പറഞ്ഞു. ഇതെന്താണ്, ആ ഇയർ ചോദിക്കുകയാണെങ്കിൽ 1972 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അമെൻമെൻറ്റ് ഏതാണ്, 27th അമെൻമെൻറ്റ് ആണ്. പിന്നെ ആക്ടിനെ പറ്റി പറഞ്ഞു, നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് റീഓർഗനൈസേഷൻ ആക്ട് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫ്രീഡം ഫൈറ്ററെ പറ്റിയിട്ടാണ്, പർബതി ഗിരി എന്ന് പറഞ്ഞ ഫ്രീഡം ഫൈറ്ററിനെ പറ്റിയാണ് പറഞ്ഞത്. ആളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, മദർ തെരേസ ഓഫ് വെസ്റ്റേൺ ഒഡീഷ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് വാലന്റൈനോ ഗരവാനിനെ പറ്റിയിട്ടാണ്. ആളൊരു ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ്. ആൾ മരിച്ചുപോയി. ആൾ അറിയപ്പെടുന്ന ആളുടെ കരിയറിലെ ഒരു ട്രേഡ് മാർക്കായിരുന്നു വാലന്റൈനോ റെഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പളനിവേലു ഗഡ്സ് എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്, ഡോക്ടർ C പളനിവേലുവിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതിൻ്റെ ഹിന്ദി എഡിഷൻ ഇപ്പോൾ റിലീസ് ചെയ്തു. ആരാ റിലീസ് ചെയ്തത്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ CP രാധാകൃഷ്ണനാണ് അത് എന്ത് ചെയ്തത്, ഇപ്പോൾ റിലീസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഇന്ത്യ എന്താണ് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സിൻ്റെ
ആ ഇൻഡെക്സിൽ 16ാമത്തെ റാങ്കാണ് ഇന്ത്യക്കുള്ളത്. അതിൻ്റെ ഫസ്റ്റ് റാങ്ക് ഉള്ളത് സിംഗപ്പൂരിനും, സെക്കൻഡ് റാങ്ക് ഉള്ളത് സ്വിറ്റ്സർലാൻഡും, പിന്നെ ഡെൻമാർക്കും, സൈപ്രസ്, സ്വീഡനുമാണ് ഉള്ളത്. പിന്നെ ഏഷ്യൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് റാങ്ക് ഉള്ളതും ഇന്ത്യക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ ചൈന കൊണ്ടുവരുന്ന ഒരു സബ്മറൈനാണ് 096 ടാൻ ക്ലാസ് സബ്മറൈൻ എന്ന് പറയുന്നത്. അതൊരു ന്യൂക്ലിയർ പവർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ നിതിൻ നാബിനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തിരിക്കുന്നത്. ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ ഈ ഒരു ഭാരതീയ നാഷണൽ പാർട്ടിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അത് തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പ്രസിഡന്റുമാണ്. അതുപോലെ തന്നെ ബീഹാറിൽ നിന്നും വന്നിട്ടുള്ള ഫസ്റ്റ് BJP ലീഡറാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്ത ഫസ്റ്റ് BJP ലീഡർ കൂടിയാണ്. പിന്നെ മുംബൈ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് മുംബൈയിൽ ഉള്ള ഒരു ക്ലൈമറ്റ് വീക്ക് 2026 എന്ന് പറയുന്നത്. ഈ ഇനിഷ്യേറ്റീവിലൂടെ എന്താണ് അവർ മുന്നോട്ട് വെക്കാൻ നോക്കുന്നത്, കുട്ടികളിൽ എഫക്റ്റ് ചെയ്യുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ച് അവരെങ്ങനെയൊക്കെയാണ്, അവരുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അവരുടെ ഹെൽത്തിനെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ഈ ഒരു മുംബൈയിൽ നടക്കുന്ന ഒരു ഇവൻ്റ്. അത് മുംബൈ ക്ലൈമറ്റ് വീക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ February 17 മുതൽ 19 വരെയാണ് ആ ഒരു വീക്ക് ഉള്ളത്. പിന്നെ പഞ്ചാബ് പോലീസാണ് എന്ത് ലോഞ്ച് ചെയ്തത്, ഓപ്പറേഷൻ പർഹാർ ലോഞ്ച് ചെയ്തത് പഞ്ചാബ് പോലീസാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് ആര് വരുന്നുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ പ്രസിഡന്റ് വരുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്ന് പറയുന്ന പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒഫീഷ്യൽ ടോക്സ് ഒക്കെ ഏർപ്പെടുകയും ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കറണ്ട് അഫയേഴ്സ്. അപ്പം നിങ്ങൾ സോ ക്ലാസ്സസ് എല്ലാവർക്കും ഓക്കെ ആണോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് എല്ലാവരും ഒരു തംസപ്പോ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.